ഒന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ പറയാണ്ട് ഒരിക്കലും ആന്റിബയോട്ടിക് കൊടുക്കരുത്. നമ്മൾ പാരസിറ്റാമോളിന്റെ ഒരു സിറപ്പോ, പനിക്കുള്ള ഒരു സിറപ്പോ, അല്ലെങ്കിൽ ചെറിയ ഒരു ജലദോഷത്തിന് എന്തെങ്കിലും സിട്രസിനോ അങ്ങനെ അതൊന്നും കൊടുക്കുന്നത് പോലെ ഈ അമോക്സിലിനും അസിത്രോമൈസിനൊന്നും നമ്മൾ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. വലിയ ആളുകൾ എനിക്കറിയാം, നമ്മൾ ഫാർമസിയിൽ നിന്നൊക്കെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള മരുന്നുകൾ കിട്ടുന്നത് കൊണ്ട് ഡോക്ടറെ കാണാതെയൊക്കെ തന്നെ എടുത്തു പോയിട്ട് കഴിക്കും. പക്ഷെ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു രീതി നമ്മൾ പരീക്ഷിച്ചിട്ട് നോക്കരുത്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് ഒരു 2 ദിവസത്തിൽ കൂടുതൽ ചെറിയ ജലദോഷമോ അല്ലെങ്കിൽ പനിയോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ടൊന്നൊരു ഡോക്ടറെ കാണുക. അപ്പോൾ ഡോക്ടർ നോക്കുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ ശരീരം ഡോക്ടർ പരിശോധിക്കും. ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും കുഞ്ഞിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിന് ആന്റിബയോട്ടിക് എടുക്കേണ്ട ആവശ്യമുണ്ടോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ മാത്രം ഡോക്ടർ പറയുന്ന അളവിൽ, ഡോക്ടർ പറയുന്ന കാലാവധിക്ക് കൃത്യമായിട്ട് എത്ര ദിവസമാണോ ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞത് അത്രയും ദിവസം കൃത്യമായിട്ട് ആന്റിബയോട്ടിക് കൊടുത്ത് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഡോക്ടർ പറയാണ്ട് പിന്നെ നമ്മളെ ബോട്ടിലിൽ നിന്ന് സിറപ്പ് എടുത്തിട്ട് കുഞ്ഞിന് കൊടുക്കരുത്. മൂന്നാമത്തെ കാര്യം, അഥവാ ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട്, ഇനി കുഞ്ഞിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ വൈറൽ ഇൻഫെക്ഷൻ ആണോ, ഇതിന് ആന്റിബയോട്ടിക് വേണ്ട രോഗമാണോ എന്ന് ഡോക്ടർക്ക് സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് വേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. CBC, CRP പോലെയുള്ള ഇൻഫെക്ഷൻ കൗണ്ട് നോക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അങ്ങനെയുള്ള രക്തപരിശോധന ഡോക്ടർ ചെയ്ത് നോക്കിയിട്ട് അതിൽ ഇൻഫെക്ഷൻ കാണിക്കുവാണെങ്കിൽ മാത്രം ഡോക്ടർ നമ്മളോട് പറയും ആന്റിബയോട്ടിക് എടുക്കണം എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ ആന്റിബയോട്ടിക് എടുക്കുക. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്വയം ചികിത്സ കുഞ്ഞുങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കേട്ടോ.